ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ഇതാ ഇവിടെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് മഞ്ഞപ്പട കൂട്ടായ്മ. ഇത് ഇപ്പോൾ എടുത്തത് ശരിയായ തീരുമാനമാണ് എന്ന് തന്നെ പറയേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്, ഇനി വൈകിച്ചാൽ ഇത് കൂപ്പുകുത്തലിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ മഞ്ഞപ്പട ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് പണിയാവും എന്നുള്ളത് അതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ശക്തമായ നിലപാട് എടുത്തിരിക്കുകയാണ് മഞ്ഞപ്പട കൂട്ടായ്മ. ഗ്രൗണ്ടിന്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും നല്ല രീതിയിൽ പ്രതിഷേധിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത് നല്ലൊരു തീരുമാനം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ടീമിൻ്റെ നല്ലതിലേക്കുള്ള ഒരു പ്രതിഷേധം എന്ന് വേണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ. എന്തായാലും ഈ പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോഴും നമ്മൾ അടുത്ത കളി കളിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ എൽ ക്ലാസിക്കോ ആണ്. ISLലെ വൺ ഓഫ് ദ മോസ്റ്റ് എവൈറ്റഡ് മാച്ചാണ്. സാധാരണ രീതിയിൽ സീസൺ തുടങ്ങുമ്പോൾ ആദ്യ മത്സരം തന്നെ മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കൊച്ചിയിലാണ് നടക്കാറുള്ളത്. എന്തായാലും ഇപ്പോൾ തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി മേക്കിംഗ് ക്ലബ്ബായിട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അതൊക്കെ അവിടെ ഇരിക്കുന്ന അങ്ങനെ പോയിക്കോട്ടെ സൈഡിൽ കൂടെ. എന്തായാലും അതിനെതിരെ ഒന്നും നമ്മളൊന്നും പറയുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് മോഹൻ ബഗാനാണ് നമ്മുടെ അടുത്ത എതിരാളികൾ. ഈ ഒരു മത്സരം വളരെ ക്രൂഷ്യലാണ്. ഈ ഒരു പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിച്ചേ മതിയാവും. ഇനി കളിക്കാൻ പോകുന്നത് മോഹൻ ബഗാനെതിരെ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരും ചില്ലറക്കാരല്ല. സ്ട്രൈക്കിങ്ങിൽ കമ്മിങ്സും അതുപോലെ തന്നെ ഗ്രെഗ് സ്റ്റുവർട്ടും, മിഡ്ഫീൽഡിലാവട്ടെ നമ്മൾ കൊടുത്ത സഹൽ അബ്ദുൽ സമദും ഈ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ അത് മാത്രമല്ല, സ്ട്രൈക്കിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ താരങ്ങളിൽ തന്നെ ലിസ്റ്റൻ കൊളോസോ ആൻഡ് മൻവീർ സിംഗ്, ഇവരും അവരുടെ പീക്ക് ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരെയെല്ലാം മറികടന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം വിജയിക്കണം. ഈ പേരുകൾ മാത്രം മതി അവരെത്രത്തോളം ശക്തരാണ് എന്നുള്ളത് തെളിയിക്കാനായിട്ട്. മറിച്ച് ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഒരു ഇൻകൺസിസ്റ്റൻറ്റ് ഡിഫൻസും അതുപോലെ തന്നെ കൺസീഡഡ് ഗോൾസ് എന്ന് പറയുന്നതും ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ കൺസീഡഡ് ഗോൾസ് ആയിട്ട് നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം വിജയിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ ആ ഒരു ഇൻകൺസിസ്റ്റൻറ്റ് ഡിഫൻസും എതിർ ടീം തീർച്ചയായിട്ടും മുതലെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആൻഡ് ഇപ്പോഴത്തെ പ്രതിഷേധം അവർ നല്ല രീതിയിൽ മുതലെടുക്കാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം കെയർഫുള്ളി ആൻഡ് ഇൻ്റലിജൻസും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മത്സരത്തെ ടാക്കിൾ ചെയ്യണം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ലൈനിൽ വളരെ മോശം എന്ന് പറയുമ്പോഴും മധ്യനിരയിൽ നിന്നും അറ്റാക്കിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മധ്യനിരയും അത്ര ഒരു വലിയ ഫോമിലൊന്നും അല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഉള്ള ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് നോവയിലേക്ക് പന്തെത്തിക്കുക, അത് അടിച്ച് എങ്ങനെയെങ്കിലും ഗോളാക്കുക എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലും അത് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ അറ്റ് ടൈം 11ാം സ്ഥാനക്കാരാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഇനിയും തോറ്റ് താഴേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇനി സെക്കൻഡ് ലെഗ് തുടങ്ങാൻ ഇനി ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ശേഷിക്കുന്നത്. ഈ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിലേക്ക് കിടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല. ഡിഫൻസിൽ കോയഫിന് പകരം മിലോസിനെ ഫസ്റ്റ് 11ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി ജനുവരി ട്രാൻസ്ഫറിൽ ഒരുപാട് മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വരുത്തേണ്ടത് വളരെ ക്രൂഷ്യലാണ്. നമുക്കറിയാം ഷിറ്റാരിയോ എന്ന് പറയുന്ന പ്ലെയർ എല്ലാം ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലുണ്ട്. കാരണം കഴിഞ്ഞ വർഷം സൈൻ ചെയ്ത് ഇഞ്ചുറി ആയി പുറത്തേക്ക് പോയ പ്ലെയർ ഇതുവരെ ഒരു മത്സരം പോലും ISLൽ കളിക്കാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശമ്പളവും വാങ്ങി അവിടെ വെറുതെ ഇരിക്കുന്ന ഒരുത്തനുണ്ട്. അവനെല്ലാം പരീക്ഷിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മത്സരം കൂടി നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കാത്തിരുന്ന് കാണാം. അപ്പോൾ എത്ര മാത്രമേ പറയുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയൊക്കെ പോണു.